മാങ്ങാണ്ടിയുടെ ഫേസ്ബുക്ക് ലൈക്കിനെ കുറിച്ച് വാതോരാതെ വാചകമടിക്കുന്ന യൂത്തന്മാരെയും കോൺഗ്രസ്സുകാരന്മാരെയും ഒക്കെ നമ്മൾ നാട്ടിൽ സജീവമായി കാണാറുണ്ട്. മുഖ്യമന്ത്രിയെക്കാളും ലൈക്ക് കിട്ടുന്ന, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹത്തിന്റെ ജനപിന്തുണ നിങ്ങൾ കണ്ടോ? അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ലൈക്ക് നിങ്ങൾ കണ്ടോ? 100K ലൈക്ക് വരെയൊക്കെയാണ് പല വീഡിയോകൾക്കും അദ്ദേഹത്തിന് കിട്ടാറുള്ളത്. അത്രമാത്രം ജനകീയനാണ് ഞങ്ങളുടെ മാങ്ങാണ്ടി എന്നാണ് ഇവരുടെ പ്രചരണം. പക്ഷേ ഇതിൻ്റെ വസ്തുത എന്താണ്? ഇവിടെയാണ് കേരളത്തിലെ സുഡാപ്പികളും ജമാഅത്ത് ഇസ്ലാമികളും മൗദൂദികളെല്ലാം കൂടി ചേർന്ന് ഒരു 916 പീഡന വീരനെ എങ്ങനെയാണ് ഒരു സംഭവ ബഹുലമാക്കി മാറ്റുന്നത് എന്ന് നിങ്ങളെ കാട്ടിത്തരാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം 2 ദിവസം മുന്നേ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. മറക്കരുത്, നാളെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇക്കഴിഞ്ഞ 10 വർഷം മറന്നു പോകരുത് എന്നുള്ള പോസ്റ്റ് നോക്കിയേ. അതിൻ്റെ ലൈക്ക് എല്ലാവരും താടിയിൽ കൈവച്ചു പോകും. 135K ലൈക്ക്, 15K കമൻസ്, 23.7K ഷെയർസ്. എത്ര? 23.7K. അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ കണ്ട് നിങ്ങളുടെ കണ്ണ് അന്താളിച്ചു പോയില്ലേ? ഇതാണ് മാങ്ങാണ്ടി. മാങ്ങാണ്ടിക്ക് കേരളം ഒന്നടങ്കം എണീറ്റ് നിന്ന് പിന്തുണ കൊടുക്കുന്നു. അദ്ദേഹം അത്രമാത്രം ജനകീയനായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പീഡനം അല്ലെങ്കിൽ ഞരമ്പ് കേസുകളിൽ ബാക്കിയുള്ളവർക്ക് അസ്വസ്ഥത എന്നാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത്. ഇതിനോടകം ഇദ്ദേഹത്തിന്റെ മഹത്വം എന്തെന്ന് പറഞ്ഞാൽ 6ഓളം പീഡന കേസുകൾ ഇദ്ദേഹത്തിന്റെ പേരിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ 3ഓളം FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. കോടാനുകോടി കൊടുത്ത് പലതും സെറ്റിൽമെന്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ള കേസിൽപ്പെട്ട വ്യക്തിയുടെ ഈ സോഷ്യൽ മീഡിയ ലൈക്ക് ഗിമ്മിക്ക് എങ്ങനെയാണ് നിങ്ങൾക്കറിയോ? ഇതിന് നമ്മുടെ നാട്ടിൽ ചില ചൈനീസ് കമ്പനികളുണ്ട്. അതായത് ലക്ഷങ്ങൾ, ഇത്ര ലൈക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇത്ര രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേജിന് അത്രത്തോളം ലൈക്കുകൾ അവർ കൃത്രിമമായി ഉണ്ടാക്കിത്തരും. ഈ ലൈക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കൃത്രിമമായാണെന്ന് ചിലപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടില്ല. നിങ്ങളെടുത്ത് ആ പേജിൽ തന്നെ മാങ്ങാണ്ടിയുടെ ലൈക്കുകൾ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യമൊക്കെ നോക്കുമ്പോൾ എല്ലാം ആളാണല്ലോ, കൃത്യമാണല്ലോ. നമ്മളെടുത്തൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിൽ ആളുണ്ടല്ലോ, ഇതെല്ലാം കൃത്യ ആൾക്കാരാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. അവിടെയാണ് ഈ പറയുന്ന കമ്പനിയുടെ വിദഗ്ധമായിട്ടുള്ള തട്ടിപ്പ്. ആ തട്ടിപ്പ് നിങ്ങളെ കൃത്യമായി തുറന്ന് കാട്ടിത്തരാം. ഇനിയിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലൈക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ കേരളത്തിലുള്ളവരല്ലാതെ ഈ ലോകത്തുള്ളവർ മുഴുവൻ മാങ്ങാണ്ടിയെ ലൈക്ക് അടിക്കില്ലല്ലോ. വിദേശത്തുള്ളവരാണെങ്കിൽ പോലും മലയാളികളായിട്ടുള്ളവർക്കേ മാങ്ങാണ്ടിയെ അറിയാവുള്ളൂ. അല്ലാതെ മാങ്ങാണ്ടി ഫാൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ അറിയുന്ന വ്യക്തിയൊന്നും അല്ലല്ലോ. കേവലം പാലക്കാട് നിന്ന് 1 വർഷം മാത്രം MLA ആയിട്ടുള്ള മാങ്ങാണ്ടി. ആ മാങ്ങാണ്ടിയുടെ ലൈക്ക് കിട്ടുന്നതിൻ്റെ വിസ്മയം നിങ്ങളെ കാട്ടിത്തരാം. ദേ നോക്കിയേ, ഇത് അദ്ദേഹത്തിന് കൂടുതൽ കെയർ ഇമോജി ഇട്ട വ്യക്തികളാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ദേ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഭാഷ വായിക്കാൻ പറ്റുന്നുണ്ടോ? ഏത് ഭാഷയാണെന്ന് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേ. ദേ നോക്കിയേ, ഇത്തരം വ്യക്തികളൊക്കെയാണ് ഇദ്ദേഹത്തിന് ലൈക്ക് അടിച്ചിരിക്കുന്നത്. ഇത് ആരാണെന്ന് നിങ്ങൾക്കറിയോ? നമുക്ക് തന്നെ കേരളത്തിലിരുന്ന് വായിക്കാൻ പറ്റാത്ത ഏതോ, കണ്ടിട്ട് ഒരു ഫിലിപ്പീൻസ് ലുക്കൊക്കെ ഉണ്ട്. ഫിലിപ്പീൻസിൽ വരെ ഇദ്ദേഹത്തിന് ആരാധകരുണ്ടോ എന്ന് തോന്നും. ദേ ഈ ഒരു ഐഡി നോക്കിയേ. നിങ്ങൾക്കിത് എന്ത് പേരാണെന്നെങ്കിലും വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെയും തീർന്നിട്ടില്ല. ദേ താഴോട്ട് നോക്കിയേ. ടുവാൻ തായ്, ഹുവാൻ ബി ടിയോ. ഇതൊക്കെ ആരാണ്? നോക്കൂ, ഇങ്ങനെയുള്ള ഫേക്ക് ഐഡികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മാങ്ങാണ്ടിക്ക് വേണ്ടി PR പണി ലക്ഷങ്ങൾ മുടക്കി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ അനേകം അക്കൗണ്ടുകൾ ദേ ഇങ്ങനെ കാണാൻ കഴിയും. ഇവർക്കൊക്കെ മാങ്ങാണ്ടിയെ അറിയാമായിട്ടാണോ ഈ ലൈക്കും ഈ കെയറൊക്കെ കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയത്. ഇതൊക്കെ നിങ്ങൾക്ക് ലിന വ്ലോഗ് ലിൻഡ, താവോ മിൻസ, ഈ പേരുകൾ അത്രയും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. കിം നജിം, അതായത് ചൈനയിൽ നിന്ന് വരെ ഇദ്ദേഹത്തിന് എന്തുണ്ട്, ആരാധകരുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. നമ്മുടെ നാട്ടിൽ തട്ടിപ്പുകൾ, വ്യാജത്തരങ്ങൾ, ഉഡായിപ്പുകൾ കാണിക്കുന്നവരാണ്. ഇതേ നോക്കിയേ, ചൈനീസ് ആയിട്ടുള്ള പേരുകൾ മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ ഈ അക്കൗണ്ടിനകത്ത് എങ്ങനെയാണ് ലൈക്ക് അടിക്കുന്നത്? ഇനിയെങ്കിലും 10 പൈസയുടെ ബുദ്ധിയുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാരോ യൂത്തന്മാരോ ഉണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ ID കാർഡ് ഉണ്ടാക്കിയതുപോലെ തന്നെ വ്യാജ ലൈക്കുകൾ പണം കൊടുത്ത് സൃഷ്ടിച്ച്, അതായത് ഈ കമ്പനിക്ക് ഓരോ പോസ്റ്റിന് ലൈക്ക് കിട്ടാൻ വേണ്ടി, അതായത് 100K ലൈക്കിന് പുറമേ കിട്ടാനാണെങ്കിൽ ഏകദേശം 5 ലക്ഷം രൂപ മുതൽ 7 ലക്ഷം രൂപ വരെയാണ് അവർ റേറ്റായി
ഈടാക്കുന്നത്. അതിലാണ് ദേ നോക്കിയേ, യുവാ വാവു സപ്പുത്ര, ഈ പേര് ഖാൻ ഖാൻ, സുവാഷിയ തുടങ്ങി വായിക്കൊള്ളാത്ത അഖില ലോകത്തിലുള്ള സകലമാന ഉടായ്പകളെയും കൊണ്ട് ഈ ലൈക്ക് അടിപ്പിക്കുന്ന പരിപാടി എന്താണെന്ന് ഇനിയെങ്കിലും നാട്ടുകാർ ചിന്തിക്കുക. ഒരു ഞരമ്പനെ വെള്ളപൂച്ചി എടുക്കാൻ വേണ്ടി പണം മുടക്കി ലൈക്ക് ഷെയർ ഒപ്പിച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന സൂപ്പർ സ്റ്റാർ ആയിട്ട് ചിത്രീകരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് ഈ ദൃശ്യം നിങ്ങളുടെ മുന്നിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ നഗ്ന നേത്രം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിലും കയറി പരിശോധിക്കാവുന്ന തരത്തിൽ മാങ്ങാണ്ടിയുടെ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ മുഴുവൻ ദേ നോക്കിയേ, ഈ പേരുകൾ ഏതെങ്കിലും മലയാളികളാണെന്നോ അല്ലെങ്കിൽ കേരളീയരാണോ എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷത്തോളം വ്യാജ ഐഡികളിൽ നിന്നുള്ള ലൈക്കും ഷെയറും കൊണ്ടാണ് ഇതിനെ പെരുപ്പിച്ച് കാണിക്കുന്നത്. ഇമാതിരി വ്യാജത്തരമാണ് മാങ്ങാണ്ടി എന്ന ഊതിപ്പെരുപ്പിച്ച സുഡാപ്പി ജമാഅത്ത് ഇസ്ലാമി ബലൂൺ എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇത് തുറന്നു കാട്ടിത്തരുന്നത്.